ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്നിപരീക്ഷ എപ്പിസോഡ് നമ്പർ 13. 13 എപ്പിസോഡ് ആയിട്ടുണ്ട്. ഈ 13 എപ്പിസോഡിൽ ദ ബെസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ ദിവസത്തെ ആയിരുന്നു. ഇതാണ് വേണ്ടത്, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അഗ്നിപരീക്ഷ. അന്ത ലെവൽക്കൊന്നും വന്നില്ലെങ്കിൽ പോലും ഇന്നലത്തെ എപ്പിസോഡ് കൊള്ളായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജന്മാര് 3 എണ്ണത്തിന്റെ അണ്ണാക്കിനടിക്കുന്ന എപ്പിസോഡ്. അതുകൊണ്ട് നമുക്ക് കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു. ഈ ജഡ്ജന്മാര് 3 എണ്ണം അവിടെ നിന്ന് നാറുന്ന കണ്ടം ഒരു രസം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് പോവാം. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കൂ ഗൈസ്. അപ്പോൾ ശരി, നമുക്ക് എപ്പിസോഡിലോട്ട് പോകാം. സോ ഇന്നലത്തെ എപ്പിസോഡിൽ ആദ്യം ഇവർക്ക് ഒരു ചെറിയൊരു ടാസ്ക് കൊടുക്കും, പിന്നെയും വേറൊരു ടാസ്ക് കൊടുക്കും. ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സമാനമായിട്ടുള്ള പരിപാടി തന്നെ. 2 ബാഡ്ജ് ഇവർക്ക് കൊടുക്കും, അത് 2 പേർക്ക് കൊടുക്കുക. ഈ വട്ടം കൊടുക്കുന്ന ബാഡ്ജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കട്ടപ്പാര കത്തിയുടെ ബാഡ്ജാണ്, 2 റോസാപ്പൂവിന്റെ ബാഡ്ജാണ്. ട്രസ്റ്റ് വർത്തിയായിട്ടുള്ളവന് റോസാപ്പൂവിന്റെ ബാഡ്ജ് കൊടുക്കുക, വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് മറ്റേ കത്തിന്റെ ബാഡ്ജ് കൊടുക്കുക. ഇത് വലിയ സംഭവം ഒന്നും എടുത്ത് പറയാനില്ല. ആദ്യം അഫിയാനാസ് ആണ് വരുന്നത്. അഫിയാനാസ് 2 പേരെ ചൂസ് ചെയ്യും. ഒന്ന് കത്തിയായിട്ട് രാകേഷ്, റോസാപ്പൂ ബാഡ്ജ് വേണ്ടിയിട്ട് ശ്യാമിനെ. കത്തിയായിട്ട് രാകേഷിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി പറയുന്ന റീസൺ അത്ര വാലിഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവർ 2 പേരും ഈ എറണാകുളക്കാരാണല്ലോ. ഈ എറണാകുളക്കാരെ കാണുമ്പോഴത്തേക്ക് സ്റ്റഫ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫിയാനാസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ പുള്ളിക്കാരത്തി വന്നത്. ഇത് രാകേഷിന് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. രാകേഷ് പല എപ്പിസോഡിലായിട്ട് ഈ സാധനം അഫിയാനാസ് നമ്മുടെ നാട്ടുകാരെ പറ്റി മോശം പറഞ്ഞു എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കാര്യം പറഞ്ഞ് പുള്ളിക്കാരൻ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു, വേറൊരു സ്റ്റോറി മെനയാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാകേഷിന് ഈ ഒരു കത്തിയുടെ ഇത് കൊടുത്തേക്കുന്നത്. ആൻഡ് ശ്യാമിന് റോസാപ്പൂ കൊടുത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്യാം ഫസ്റ്റ് ടാസ്കില് മറ്റേ താക്കോല് പൂജയുടെ കയ്യിൽ തട്ടിപ്പറിച്ച് അവൻ തുറക്കാൻ ശ്രമിക്കുമല്ലോ. അതിനുശേഷം യവനെ എല്ലാവരും വില്ലനായിട്ടാണ് കാണുന്നത് എന്നും പറഞ്ഞിട്ടാണ്. അന്നേരം ഇവൻ അത്ര വലിയ വില്ലനൊന്നും അല്ല, അങ്ങനെ ഇവനെ അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ടാണ് യവന് ഇത് കൊടുക്കുന്നത്. ആൻഡ് അഫിയാനാസ് പറയുന്നുണ്ട്, എനിക്ക് ആരെയും വിശ്വാസമില്ല, ഇവനെ മാത്രം ഒരു 0.5 വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നതെന്ന്. ഇത് കൊടുത്തതിന് ശേഷം ശ്യാം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഉറപ്പായിട്ടും ആ താഴും പൂട്ടുമൊക്കെ ഉണ്ടെങ്കിൽ അഫിയാനാസ് അവൻ ആദ്യത്തെ ആ ഒരു താഴും പൂട്ടും തട്ടിപ്പറിച്ചതിന്റെ പേരിൽ അവനെ വില്ലനാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, അവന്റെ ഒരു വിശ്വാസം തോന്നിയിട്ടാണ് അവനെ കൊണ്ട് ഇത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് മേടിച്ച് വെച്ചിട്ട് അവൻ പറയുന്നത് എന്താണ്, അഫിയാനാസിന്റെ കയ്യിൽ ആ താഴെ ഇരിക്കുവാണെങ്കിൽ ഞാൻ പോയി തട്ടിപ്പറിക്കും. അഫിയാനാസ് ആരായി. അത് കഴിഞ്ഞിട്ട് ശ്യാം വരുന്നുണ്ട്. ശ്യാം വന്നിട്ട് മറ്റേ കട്ടപ്പാര കൊടുക്കുന്നത് ഷിബിനയ്ക്കാണ്. റീസൺ പറയുന്നത്, പുള്ളിക്കാരത്തിനടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യം നമുക്കിട്ട് തന്നെ പണി തരും. അത് ഇങ്ങനെ നോക്കി വെച്ചിട്ട് നാട്ടുകാരുടെ അടുത്തൊക്കെ മൊത്തം പോയി പറഞ്ഞിട്ട് നമുക്കിട്ട് തന്നെ തിരിച്ചിട്ട് പണി തരും. അതുകൊണ്ട് പുള്ളിക്കാരത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഷിബിനെ പറ്റി ശ്യാം പറയുന്നത്. അന്നേരം ഷിബിനയുടെ ഒരു മറുപടി ഉണ്ട്, എന്നെ മോശമായിട്ട് പറഞ്ഞാണോ, എനിക്ക് കോംപ്ലിമെന്റ് ആയ പോലെ തോന്നിയത്. അവൻ പറഞ്ഞു അതാണ്, മോക്കെല്ലാം കോംപ്ലിമെന്റാ, ഷിബിനക്കെല്ലാം കോംപ്ലിമെന്റാ. ഈ പെണ്ണ് പട്ടിക്കൂറയാണ്, ചന്തവർത്താനമാണ് എന്ന് പറഞ്ഞാൽ പോലും എവള് വെറും കൂതറയാടാ, തൊട്ടി സ്വഭാവമാണ്, വീട്ടിൽ കയറ്റം കൊള്ളാത്തവളാണ് എന്ന് പറഞ്ഞാൽ പോലും നന്ദിയുണ്ടേ, കോംപ്ലിമെന്റ് ആണ് എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു പോസിറ്റീവ് മൈൻഡുള്ള കുട്ടിയാണ് ഷിബിന. അന്ന് ഞാൻ ഇതിനു മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ എവിടെ വെറും കൂതറയാടാ, തടിത്ത ചന്ത വർത്താനമാടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു, താങ്ക്സ് ബ്രോ ഫോർ യുവർ റിവ്യൂ എന്നും പറഞ്ഞിട്ട്. ഇത് റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെയാണോ? ഞാൻ പിന്നെ പൊതുവെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനോട് ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട്, അതുകൊണ്ട് എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാൻ പോയിട്ടില്ല. ഞാൻ ആരൊക്കെ മെസ്സേജ് എടുത്ത് പറയുന്നതുമില്ല. ഔട്ടായി പോയി വിശാഖ് ബ്രോ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ബട്ട് എനിക്ക് താല്പര്യമില്ല ആ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ. കാര്യം നമ്മൾ ചിലപ്പോൾ ഇവരടുത്തൊക്കെ സംസാരിച്ചാൽ നമ്മൾ ചിലപ്പോൾ ബയസ്ഡ് ആയിപ്പോകും നമ്മുടെ റിവ്യൂ. സോ അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം ഷിബിനെ താങ്ക്സ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് തന്നാലും നിനക്ക് കോംപ്ലിമെന്റ് ആണോ കുഞ്ഞ്? അതിനുശേഷം നമ്മുടെ പൂജ വന്നിട്ട് വിശ്വാസത്തിന്റെ റോസാപ്പൂ കൊടുക്കുന്നത് ലവന്, ശ്യാമിന്. എന്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് ഈ 12 പേരിൽ ഏറ്റവും ബുദ്ധിയില്ലാത്തത് ഈ സ്ത്രീക്ക്. വീട്ടമ്മമാരുടെ ബ്രാൻഡ് വന്നിട്ട് വീട്ടമ്മമാരെ പറയിപ്പിക്കാൻ നിൽക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡിൽ ഇവരെ തേമ്പി ചതിച്ച്, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവര് തന്നെ വന്നിട്ട് ഇവിടുത്തെ വില്ലനാണെന്ന് കണ്ടൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ ഒരു സിമിലർ ടാസ്കിൽ ഇവന് ഇത് കൊടുത്തു. ആ ടാസ്കിൽ ശ്യാം വന്നിട്ട് ഇവര് നല്ലതാണെന്ന് ചൂസ് ചെയ്തപ്പോഴത്തേക്ക് ഇവർ അപ്പൊ തന്നെ പ്ലേറ്റ് തിരിച്ചു. എന്നിട്ട് കുറച്ചു മുമ്പേ അഫിയാനാസ് വന്ന് ഇവന് നല്ല റോസാപ്പൂവിന്റെ ഇത് കൊടുത്ത സമയത്ത് അവന്റെ മറുപടി എന്തായിരുന്നു, ഇനി അഫിയാനാസ് മറ്റേ പൂട്ട് തുറക്കാൻ ശ്രമിച്ചാലും ഞാൻ അത് തട്ടിപ്പറിക്കും. അത്രയും വിശ്വാസം
എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് യവൻ തന്നെ എടുത്ത് പറയുന്നുണ്ട്. അവന് താണ്ട പൂജ വന്നിട്ട് മറ്റേ റോസാപ്പൂവിന്റെ ഇത് കൊടുക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ലടേ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന്. ഇതിനെയൊക്കെ പറ്റിക്കാൻ എളുപ്പമാണ്. ആ സമയത്ത് അഖിൽമാരാർ ഇടപെടുമ്പോഴത്തേക്ക് പൂജ പിന്നെയും കൺഫ്യൂസ്ഡ് ആവും. ആരെങ്കിലും വന്ന് ഇളിച്ച് കാണിച്ചാൽ ഇളിച്ചോണ്ട് അവരുടെ കൂടെ അങ്ങ് പോകും. ഇതാണ് പൂജ. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജസ്റ്റർ നമ്മുടെ രഞ്ജിനി ഹരിദാസിന്റെ കയ്യിൽ നിന്നുണ്ടായി. ഇതൊന്ന് കേട്ടു നോക്കിയേ. നമ്മുടെ രഞ്ജിനി വന്നിട്ട് റെനീഷ എടുത്ത് ആജ്ഞാപിക്കുന്നു, റെനീഷ ടാസ്ക് എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കൂ. അല്ല രഞ്ജിനിയെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ആ ജഡ്ജസിന്റെ പാനലിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് വലിയ കോമലേർത്ത ടീമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ആജ്ഞാപിക്കാൻ വേണ്ടിയിട്ട് അഖിൽമാരാർ ആ ജഡ്ജിങ് പാനലിൽ ഇരിപ്പുണ്ട്. സീസൺ 5 അഖിൽമാരാറുടെ കൂടെ ലാലേട്ടന്റെ അപ്പുറത്തെ കൈയും പിടിച്ച് നിന്ന ആളാണ് റെനീഷ. നിങ്ങൾ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നു, റെനീഷ ആങ്കറിംഗ് റോളിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങ് വലിയ കൊണാണ്ടറൊന്നും ആവുന്നൊന്നുമില്ല. റെനീഷ ടാസ്കിന് പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് പറഞ്ഞു കൊടുത്താൽ പറ്റൂല, അവർക്ക് മനസ്സിലാവൂലേ? റെനീഷ പറഞ്ഞു കൊടുത്താലേ പറ്റത്തോളാം. എന്തൊരു അഹങ്കാരമാടേ. അതിനുശേഷം പുള്ളിക്കാരത്ത് മറ്റേ കത്തിയുടെ ബാഡ്ജ് കൊടുക്കുന്നത് ഷിബിനയ്ക്കാണ്. റീസൺ, ഷിബിന ഗെയിമിന്റെ ഭാഗമായിട്ട് എന്ത് തൊട്ടിത്തരം ചെയ്യുമെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് പറയാണ്, അല്ലാത്ത പക്ഷം കുഴപ്പമില്ല. ഇല്ല, ഷുഗർ കോട്ട് ഇതില സുഖിപ്പിച്ച് നിർത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അല്ലാത്ത പക്ഷം അവള് കുഴപ്പമില്ല. അന്നേരം അഖിൽമാരാർ വീണ്ടും ഇടപെടും. പുള്ളിയോട് ഇടപെട്ടപ്പോഴത്തേക്ക് ഈ തള്ള പിന്നെയും പ്ലേറ്റ് മാറ്റി. ഇപ്പൊ തോന്നുന്നുണ്ട് അവളെ ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. പറയുന്ന ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ പറ്റൂല. സിമ്പിളായിട്ട് ആളുകൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇതൊക്കെ ബിഗ് ബോസിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരിക്കും. കരഞ്ഞ് കണ്ണീർ കായലോടെ ഒഴിക്കാനേ നേരം കാണത്തുള്ളൂ. സോ അത് കഴിഞ്ഞ് കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ആരൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പേരെന്തുവായിരുന്നു, സാബുമോൻ എന്തോ നമ്മുടെ മോൻ പുള്ളി വരും. പുള്ളി വന്നിട്ട് പുള്ളിക്ക് ഏറ്റവും ട്രസ്റ്റ് ഉള്ള വ്യക്തിയെ വിളിക്കാൻ പറഞ്ഞപ്പം ഷിജിലാലിനെയാണ് വിളിക്കുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ടും ഒരു ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗെയിമാണ് കൊടുക്കുന്നത്. ആ ഗെയിമിനകത്തും ഇവർ രണ്ടുപേരും ടീമപ്പ് ആയിട്ടാണ് കളിക്കുന്നത്. ഷാമോൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അവൻ എന്നോട് ഒരു ട്രസ്റ്റ് ഉണ്ട്, എനിക്ക് അവനോടൊരു ട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ആൻഡ് ഷിജിലാൽ വരുന്ന സമയത്തും ഷിജിലാലും അവൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന വ്യക്തി സാബുമോൻ ചേട്ടനാണ്. ഷാമോനെയാണ് വിളിക്കുന്നത്, നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ ആയിട്ടുള്ള ഷാമോനെ. എന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സോന വരും. സോന വന്നിട്ട് കത്തി കൊടുക്കുന്നത് ഷിബിനയ്ക്കും ആൻഡ് റോസാപ്പ് കൊടുക്കുന്നത് ഷിജിലാലിനുമാണ്. ഷിബിനയ്ക്ക് കത്തി കൊടുക്കാനുള്ള കാരണങ്ങൾ സോന പറയുന്നത് കേൾക്കാം. പക്ഷേ നന്നായിട്ട് ശിബിനിക്ക് പരദൂഷണം പറയുന്നറിയാം, നന്നായിട്ട് ശിബിനിക്ക് കുറ്റം പറയുന്നറിയാം, നന്നായിട്ട് പരദൂഷണം പറയാനറിയാം, നന്നായിട്ട് കുറ്റം പറയാനറിയാം, നന്നായിട്ട് ഒരാളെ നിന്ന നിപ്പില് അയാളുടെ മൈൻഡിലുള്ള കാര്യം മനസ്സിലാക്കി ഓപ്പോസിറ്റ് പോയി പറഞ്ഞ് അത് കൊളവാക്കി അലമ്പാക്കി അയാൾക്ക് 8ന്റെ പണി കൊടുക്കാൻ ഷിബിനയ്ക്ക് അറിയാം എന്നാണ് സോന വന്ന് പറയുന്നത്. അന്നേരം ജഡ്ജസ് പറയും, ഇതേ വ്യക്തിയെ തന്നെയാണ് നീ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഹീറോ ആയിട്ട് ചൂസ് ചെയ്തത്. സോന മൂഞ്ചി. ഒന്നാമത്തെ കാര്യം, ഇവര് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇവര് തന്നെ മറന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ ജഡ്ജന്മാരെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അന്നേരം അവര് ചോദിക്കും, അതുകൊണ്ടാണ് ഇന്നലെ നീ ഹീറോ ആയിട്ട് വിളിച്ച ആളെ കണ്ട് ഇന്ന് കടാര കൊടുത്ത് പറഞ്ഞു വിട്ടേക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കിടന്ന് ബപ്പ അടിക്കേണ്ട ആവശ്യം വരുന്നത്. ഇതൊരുമാതിരി അപ്പ കാണുന്നവർ അപ്പ എന്ന് വിളിക്കുന്ന പരിപാടി. സോന ഷിബിനെ വില്ലത്തിയായിട്ട് വിളിച്ച സമയത്ത് എന്ന് വെച്ചാൽ ട്രസ്റ്റ് വർത്തി അല്ല എന്ന് വിളിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, പുള്ളിക്കാരത്തേക്ക് ലോലിറ്റയെ വിളിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഇന്നലെയും മറ്റേ ലോലിറ്റയെ വിളിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി. ഇന്നും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് ആവുമെന്ന് തോന്നുമല്ലോ, നാട്ടുകാർക്കും തോന്നും, എല്ലാവർക്കും തോന്നും. അതുകൊണ്ടായിരിക്കണം ഒന്ന് മാറ്റിപ്പിടിച്ച് ഷിബിനെയും വിളിച്ചത്. ഇതിനുശേഷം ലോലിറ്റ വരികയാണ്. ലോലിറ്റ റോസ് കൊടുക്കുന്നത് ഷിബിനയ്ക്കും ആൻഡ് കത്തി കൊടുക്കുന്നത് താഷിക്കുമാണ്. റീസൺ പറയുന്നത്, താഷി ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. അന്നേരം ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ജഡ്ജസ് രഞ്ജിനി ചോദിക്കുന്ന സമയത്ത് സോനയുടെ പേരാണ് പറയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ അവിടെ ഒരു ക്ലാഷ് ആവുകയാണ്, സോന ആൻഡ് ലോലിറ്റ. ഈ ഡയലോഗ് ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല. സോന എടുത്ത് പറയുകയാണ്, പോടി അവിടുന്ന്. ഇതൊക്കെ ജഡ്ജസ്മാര് കേട്ടോണ്ടിരിക്കുകയാണ്. ഇതൊന്നും ജഡ്ജസിന് ഒരു കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോടാ പൊടി എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുഴപ്പമാണ്. അവിടെ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒരു അടി ഉണ്ടാകുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ജഡ്ജന്മാരുടെ മെയിൻ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, TRP കൂട്ടുക. ഓൾറെഡി ഇവർക്ക് മനസ്സിലായി ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിന്റെ റേറ്റിംഗ് ഭയങ്കര മോശമായിരിക്കും. ആളുകൾക്ക് സീസൺ 8 കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി നശിച്ചു പോകുമെന്ന് വ്യക്തമായി മനസ്സിലായി. ഇന്ന് നടന്നത് പ്യുവർ ഡ്രാമയാണ്.
ജഡ്ജന്മാരുടെ കയ്യിൽ നിന്ന് ഇന്ന് ഉണ്ടായത് ഭയങ്കര ഡ്രാമയാണ്. ഈ കണ്ടസ്റ്റൻസ് കൂട്ടുനിന്നോ ഇല്ലയോ എന്ന് അറിയത്തൊന്നുമില്ല. പക്ഷെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഷാമോൻ ആൻഡ് ഷിജുലാല് അവർ രണ്ടുപേരും കിടുക്കി. ഈ ഒരു രീതിയിൽ ഒരു ഐറ്റം രണ്ടുപേരുടെ ഭാഗത്ത് ഞാൻ വിചാരിച്ചില്ല ഉണ്ടാവുമെന്ന്. ആൻഡ് അതിനുശേഷം ലൊലീറ്റ വന്നിട്ട് റോസ് കൊടുത്ത് സ്വീകരിക്കുന്നത് ഷിബിനെയാണ്. അതിന്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലൊലീറ്റ പറയുന്നത് ഷിബിനെ ഇവിടെ കേട്ടത് അവിടെ പോയി പറയും, പക്ഷെ അത് പരദൂഷണമല്ല, അത് ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ആണെന്നാണ്. 4 അക്ഷരം ഇംഗ്ലീഷിൽ പറയുന്നത് പറഞ്ഞ് പരദൂഷണം അല്ലാതാവുന്നില്ലല്ലോ മോളെ. കുറച്ചു മുമ്പേ ഇതേ ഷിബിന തന്നെയാണ് വന്ന് പറയുന്നത് ഇതൊക്കെ എനിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണെന്ന്. പക്ഷെ ലൊലീറ്റ സമ്മതിക്കില്ല. ഷിബിനെ സംബന്ധിച്ചാൽ ലൊലീറ്റ സമ്മതിക്കുന്നില്ല. അത് പരദൂഷണമായിട്ടും തോന്നുന്നില്ല, അത് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻസ് മാത്രമാണ്. ഒരാളെ പറ്റിയുള്ള ഇൻഫോർമേഷൻ ഷെയർ ചെയ്യണത് ഞാൻ പരദൂഷണമായിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തൊന്നും പരദൂഷണമല്ല മകളെ. ആ പരദൂഷണം എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഈ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് പല ഗണത്തിൽപ്പെടുത്താം. ചാരന്മാര് ഓരോ ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ ചാരപ്രവൃത്തി എന്ന് വിളിക്കും. ഇത് മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കുകയാണെങ്കിൽ അത് മാധ്യമ ധർമ്മം എന്ന് വിളിക്കും, ജേർണലിസം എന്നും പറയാം. ഇത് അയൽക്കൂട്ടം അമ്മച്ചിമാരാണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതെങ്കിൽ വേണ്ട അയൽക്കൂട്ടം പരദൂഷണം എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ പലതരത്തിൽ മോളി പറഞ്ഞ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷനെ സാഹചര്യം അനുസരിച്ച് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം ബിഗ് ബോസിൽ എന്താണെങ്കിലും ഈ മാധ്യമധർമ്മമോ ചാരപ്രവൃത്തിയോ ഒന്നുമില്ല, ഒറ്റ പേര് പരദൂഷണം. അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടോ. ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് വർത്തി ബാഡ്ജ് കിട്ടുന്നത് ശ്യാമിനാണ്, 3 എണ്ണം. അവനൊരു കടാരയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടും ട്രസ്റ്റ് വർത്തി അല്ലാത്ത ബാഡ്ജ് കിട്ടുന്നത് 2 പേർക്ക്, ഒന്ന് ഷാമോനും പിന്നെ ഷിബിനയ്ക്കുമാണ്. ഇതിനുശേഷം ഇവർ ഇങ്ങനെ ഒരു ഗെയിം കൊടുക്കുകയാണ്. ഗെയിം വളരെ സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആണ്. ഇവർ ആദ്യം കൊടുത്ത ആ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗെയിമാണ് രണ്ടാമത് കൊടുക്കുന്നത്. ഇതും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗെയിമാണ്. ഗെയിം സിമ്പിൾ ആണ്. 4 നിറങ്ങളുണ്ട്. ഇവരെല്ലാവരും തിരിഞ്ഞു നിൽക്കും. അന്നേരം ഇവരുടെ തലയിൽ ഒരു കെട്ട് കിട്ടും. എന്നിട്ട് ആ കെട്ടിന്റെ ബാക്കിലായിട്ട് ഇവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു കളർ ഒട്ടിക്കും. അത് ഈ 4 കളറിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും ഒട്ടിക്കുന്നത്. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് നമ്മുടെ തലയുടെ പുറയിലുള്ള കളർ ഏതാണോ ആ കളറുള്ള വട്ടത്തിൽ പോയി നിൽക്കുക. നമുക്ക് കളർ കാണാൻ പറ്റത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ശരിയായിട്ട് പറഞ്ഞു കൊടുക്കാം, തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ തെറ്റി ഈ കളത്തിൽ പോയി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി ഔട്ടാവും. ഇനി അഥവാ എല്ലാവരും ആ ഒരു കളത്തിൽ കറക്റ്റായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, നോട്ട് ദ പോയിന്റ്, എല്ലാവരും അവരവരുടെ തലയിൽ ഒട്ടിച്ചിരിക്കുന്ന കളറിന്റെ അടിസ്ഥാനത്തിലാണ് ആ വട്ടത്തിൽ പോയി നിൽക്കുന്നതെങ്കിൽ ആ റൗണ്ടിൽ ആരും ഔട്ട് ആവത്തില്ല. അതിനു പകരം ഇവരൊരു ബൗളിനകത്ത് ഈ നിൽക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും കൂടെ പേര് എഴുതിയിട്ടിട്ട് ഒരാളെ നറുക്കെടുത്ത് ഔട്ടാക്കും. ഇത് റൂള് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തോ. ഓക്കെ, ഗെയിം നമുക്ക് നോക്കാം. ഇവര് ഇതുപോലെ എല്ലായിടത്തും പോയിട്ട് എന്റെ കളർ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഗെയിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, അവിടെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഓഡിയൻസ് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മാത്രം സൗണ്ടാണ്, ഷിബിനയുടെ. ബാക്കി എല്ലാവരും പതിയെ സംസാരിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഷിബിന ഉച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഷിബിനയുടെ സൗണ്ട് മാത്രമായിരുന്നു അവിടെ കേൾക്കുന്നത്. 2 സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസിനെ ഷോയ്ക്ക് ആവശ്യമാണ് എന്നവർക്ക് തോന്നുവാണെങ്കിൽ അവർ ആ കണ്ടസ്റ്റന്റിനെ ബൂസ്റ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഷിബിനയുടെ മൈക്കിന്റെ വോളിയം കൂട്ടി വെച്ച് ജനങ്ങളെ കേൾപ്പിച്ചതാവാം. നമ്മുടെ അഖിൽമാരാർ ഹാഷ്മിയുടെ ജനകീയ കോടതി ചെന്നപ്പോഴത്തേക്ക് അഖിൽമാരാറിന്റെ മൈക്കിന്റെ വോളിയം കുറച്ച് വെച്ചു എന്ന് പറഞ്ഞൊരു ആരോപണമായിട്ട് അഖിൽമാരാർ വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലത്തെ ഒരു പരിപാടി. ഷിബിന നല്ല രീതിയിൽ അവിടെ ആൾക്കാരെടുത്ത് പോയി ചേട്ടാ ഇതിന്റെ കളർ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഷിബിനയുടെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. 2 റൗണ്ട് കഴിഞ്ഞപ്പോഴും ഷിബിനയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അത് അവരെന്താണ് ചോദിക്കുന്നത് എന്നൊന്നും നമുക്ക് ക്ലിയറും അല്ല. സോ ഷാമോന്റെ അടുത്ത് ശിവനെ ചോദിക്കും മഞ്ഞ എന്ന് പറയുന്നത്, എൽദോ എടുത്ത് ചോദിക്കുമ്പോഴും മഞ്ഞ എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും കറക്റ്റുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ശിവന് പോയി മഞ്ഞ നിൽക്കുന്നു, ശിവനെ സേവ് ആവുന്നുണ്ട്. ഓക്കെ, ഷിബിനെയും എല്ലാവർക്കും ഇപ്പൊ ഷാമോന്റെ അടുത്താണെങ്കിലും എൽദോ അടുത്തൊക്കെ ആണെങ്കിലും അവരുടെ തലയുടെ ബാക്കിൽ ഏത് കളറാണോ ആ കറക്റ്റ് കളർ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷിബിനയ്ക്ക് ഓൾറെഡി ഈ കട്ടപ്പാര വിശ്വസിക്കാൻ കൊള്ളാത്തവൾ എന്നൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി അഘോരാത്രം പ്രയത്നിക്കുന്ന പോലെ തോന്നുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ അത്ര വിശ്വസിക്കാൻ കൊള്ളാത്തവളല്ല എന്ന് ജനങ്ങൾക്കൂടെ തോന്നണമല്ലോ. ഈ വോട്ടിംഗ് ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വരുന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ആയപ്പോഴത്തേക്ക് റെഡിൽ എല്ലാവരും സേവ് ആവുന്നു. രാകേഷ് താണ്ടെ മഞ്ഞയിലാണ് വന്നിരിക്കുന്നത്, പക്ഷെ തലയിലെ ബാക്കിൽ നീലയാണ്. രാകേഷ് ഔട്ട് ആവുന്നു. അതിനുശേഷം പൂജ ഔട്ട് ആവുന്നു. പൂജയും തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാവരും സേവ് ആവുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാകേഷിന് പണി കൊടുക്കുന്നത് ലൊലീറ്റയാണ്. ലൊലീറ്റ അടുത്ത് മാത്രമാണ് പുള്ളിക്കാരൻ പോയി ചോദിക്കുന്നത്, മോളെ എന്റെ തലയുടെ ബാക്കിൽ എന്താണ്? ലൊലീറ്റ നല്ല അന്തസ്സായിട്ട് മഞ്ഞ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ രാകേഷിന്റെ തലയുടെ ബാക്കിൽ നീലയായിരുന്നു. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാകേഷ് ട്രസ്റ്റ്
ചക്രവർത്തിയായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി തന്നെയാണ് തേമ്പുന്നത്. മനസ്സിലായോ? ആൻഡ് പൂജ ഔട്ട് ആവുന്നുണ്ട്. അതൊരു കാര്യം ജഡ്ജസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗെയിമിലും ആദ്യം ഔട്ട് ആവുന്ന ഒരു വ്യക്തി പൂജയാണ്. ഇതുവരെ ഏതൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ടോ അതിനകത്ത് എല്ലാ ഗെയിമിലും മോസ്റ്റ് ഓഫ് ദ ഗെയിമുകളിലും ആദ്യം ഔട്ട് ആവുന്നത് പൂജയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവാം, പ്രത്യേകിച്ച് ഒരു കഴിവില്ല, സംസാരിക്കാൻ കഴിവില്ല, ഗെയിം കളിക്കാൻ കഴിവില്ല, ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു മെഴുകിയില്ല ആടിന്റെ കൂട്ട് ഇങ്ങനെ വിറച്ച സംസാരിക്കുന്നത് തന്നെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഇങ്ങനെയുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. കാര്യം ഇതും ഒരു കണ്ടന്റ് ആണല്ലോ. ഇമോഷണലി ഭയങ്കര വൾനറബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു കഴിവില്ലാത്ത ആളുകളുടെ പ്രതിനിധിയായിട്ട് പൂജ വേണമെങ്കിൽ അകത്തോട്ട് വിടാം. മേ ബി അത് കണ്ടുകൊണ്ടായിരിക്കണം ഓക്കെ ഇത്രയും നല്ല കഴിവുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരു കഴിവില്ലാത്ത ഒരാൾ വേണമെന്ന് ടീമിന് തോന്നിക്കഴിഞ്ഞാൽ അവരും പൂജ ചിലപ്പോൾ അകത്തോട്ട് വിടാൻ സാധ്യതയുണ്ട്. അപ്പം കഴിവിന്റെ അടിസ്ഥാനത്തിൽ അകത്തോട്ട് പോകാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ പോലും കഴിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസും അങ്ങനെയുള്ള ഒരു ഷോ ആയതിന്റെ പേരിലും പൂജ ഇന്നായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നെക്സ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പം എല്ലാവരും സത്യസന്ധർ, ആരും ഔട്ടായില്ല. എല്ലാവരുടെയും തലയിലുള്ള കളർ കറക്റ്റ് ആണ്. അത് നമ്മുടെ ജഡ്ജന്മാർക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. ജഡ്ജന്മാർ നല്ല രീതിയിൽ അങ്ങോട്ട് മൂപ്പിക്കാൻ തുടങ്ങും. ബിഗ് ബോസിനകത്തെ വീട്ടിൽ പോയാൽ നിങ്ങളൊക്കെ വേസ്റ്റുകളാവും, അബ്സല്യൂട്ട് വേസ്റ്റ്. അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവണമെങ്കിൽ ആളുകൾ കള്ളം പറയണം, കള്ളം പറഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഔട്ടാക്കണം. എല്ലാവരും സത്യസന്ധമായപ്പോഴത്തേക്ക് ഷോ ഇങ്ങനെ പോവില്ല, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവരും സത്യസന്ധരാണ്, നന്മയുള്ള ലോകം. എന്തുകൊണ്ട് ജഡ്ജന്മാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? കാര്യം ഷോ മുന്നോട്ട് പോകത്തില്ല. ഇങ്ങനെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരെ വേണ്ട, യാഷിന്റെ പൂശ് പോലെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്. ആൻഡ് ഇതിനകത്ത് കിടന്ന മറ്റൊരു കാര്യം, അഖിൽ മാരാർ ഭയങ്കര തന്ത്രപരമായി കണ്ടുപിടിക്കുന്നുണ്ട്. ഷിജുലാലും ഷാമോനും പ്ലാൻ ചെയ്താണ് കളിക്കുന്നതെന്ന്. അഖിൽ മാരാർ എന്നിട്ട് വലിയ എന്തോ കണ്ടുപിടിച്ച പോലെ നാസവിട്ടം വാണം കൊട്ടാരക്കര വഴി പോയപ്പോൾ ആദ്യം കണ്ട ഞാനാണ് എന്നുള്ള രീതിയിൽ പുള്ളി വന്നിട്ട് സംസാരിക്കുകയാണ്. അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഷിജുലാൽ വന്നിട്ട് ഷാമോന്റെ അടുത്ത് ചോദിക്കും, ഷാമോൻ വന്നിട്ട് ഷിജുലാലിന്റെ അടുത്ത് ചോദിക്കുന്നു, ആദ്യം തന്നെ അവർ വന്നിട്ട് അവരുടെ കളർ നിൽക്കുന്നു. ഇത് വലിയ ബ്രില്യൻസിന്റെ ആവശ്യമൊന്നുമില്ല, എന്നിട്ട് വലിയ എന്തോ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ. അത് ഗെയിം പ്ലാൻ ആണ്, അങ്ങനെയാണ് കളിക്കേണ്ടത്. അങ്ങനെ ആ ഒരു റൗണ്ടിൽ ആരും പുറത്താവാത്തത് വന്നപ്പോഴത്തേക്ക് ഇവർ നറുക്കെടുത്തിട്ട് ഒരാളെ പുറത്താക്കുന്നു. അങ്ങനെ എൽദോ പുറത്താവുന്നുണ്ട്. അങ്ങനെ ജഡ്ജന്മാരെ ഡയലോടിക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാൻ തുടങ്ങും. കളർ മാറ്റി പറയാൻ തുടങ്ങും. രണ്ടുപേരും ഒഴികെ, ഈ ഷിജുലാലും ഷാമോനും ഒഴികെ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഔട്ട് ആവാൻ തുടങ്ങും. അങ്ങനെ ഗെയിമിന്റെ അവസാന ഘട്ടത്തിലോട്ട് വരികയാണ്. 4 പേരും മാത്രമായിട്ട് വരുന്നു. ഷാമോൻ, ഷിജുലാൽ, ഷ്യാം ആൻഡ് സോന. ഷാമോനും ഷിജുലാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടുന്നു. ബാക്കി 2 പേരും അവർക്ക് തോന്നിയ പോലെ കളറിൽ പോയി നിൽക്കുന്നു. ഷ്യാം ഔട്ടായി പോകുന്നു, സോന കറക്റ്റ് ആയിട്ട് കയറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് എത്തി, ഇവർ 3 പേരും മാത്രം വരുന്നു. ലവ്മാർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സെറ്റ് ആവും. സോനയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവരുടെ അടുത്ത് ചോദിക്കാനും പോകുന്നില്ല. സോന പോയി ഒരു കളർ നിൽക്കും, അത് സെറ്റായി പോവും, സോന ഔട്ടാവും. നാടകീയ മുഹൂർത്തങ്ങൾ ഇവിടെ തൊട്ടാണ് ആരംഭിക്കുന്നത്. ലാസ്റ്റ് വരുന്നത് ഇവർ 2 പേരും, ഷാമോനും ഷിജുലാലും. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും കളറ്. അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, 2 കളറിൽ പോയി നിൽക്കും. അവർ 2 കളറിൽ പോയി നിൽക്കും, രണ്ടും ശരിയാണ്. ഇത് പക്ഷെ ജഡ്ജന്മാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. രഞ്ജനിക്ക് ഈഗോ ഹേർട്ടായി. ഒന്നുകൂടെ കളിക്ക്. എവരിനി ആരെ പരസ്പരം ചതിക്കുന്നു അത്രയും കളി കളിക്കണം എന്നങ്ങ് രഞ്ജിനി തീരുമാനിക്കുകയാണ്. പക്ഷെ ഗെയിമിന്റെ റൂൾ അതാണോ? അല്ല. ഇവര് പരസ്പരം ചതിക്കില്ല എന്ന് ഉറപ്പിച്ചാണ് ആ ഒരു ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. 2 പേരും ഒരുപോലെ കളർ വന്നു കഴിഞ്ഞാൽ ഗെയിമിന്റെ നിയമപ്രകാരം 2 പേരുടെയും പേര് മറ്റേ ബോളിനകത്ത് ഇട്ടിട്ട് ഒരാളുടെ പേരെടുക്കുക, അയാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഗെയിം. പക്ഷെ ഇവിടെ ജഡ്ജന്മാരുടെ ഈഗോ ഹേർട്ട് ആവും. ഇവന്മാരും വിട്ടുകൊടുത്തില്ല. ഊഞ്ഞാലടുകൊണ്ടിരുന്നിട്ട് അവന്മാരുടെ അടുത്തല്ലേ കളി. അവന്മാര് പിന്നെയും ദേഷ്യം ഒട്ടിക്കും. അവന്മാര് കറക്റ്റായിട്ട് പറയും, കറക്റ്റ് കളർ ഇപ്പൊ പിന്നെയും ഒട്ടിക്കും, പിന്നെയും കറക്റ്റ് കളർ. ഇത് കുറെ തവണ ഇങ്ങനെ റിപ്പീറ്റ് അടിക്കും. അപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് ഇവന്മാര് ചതിക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കൂല. ജഡ്ജന്മാർക്ക് വേണ്ട എന്ത്? ഇവന്മാരെ ചതിക്കണം. ഇതാണ് വേണ്ടത്. റൂള് പ്രകാരം നറുക്കെടുത്ത് ഒരാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്, സിമ്പിൾ ആണ്. പക്ഷെ ജഡ്ജന്മാർക്ക് ഈഗോ ഹേർട്ടായി. പ്രത്യേകിച്ച് രഞ്ജനിക്ക് ഒരടി ഉണ്ടാക്കണമല്ലോ. ആരെങ്കിലും ചതിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, ഓ അവള് തേച്ചല്ലേ. കുറച്ചു മുമ്പ് നീ വിശ്വാസം എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ചതിച്ചത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. ചതിച്ചില്ലെങ്കിൽ പറഞ്ഞ് നീ എന്തുകൊണ്ട് ചതിച്ചില്ല എന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തും. ആദ്യം നീയൊക്കെ ഒരു സ്റ്റാൻഡിൽ നിൽക്ക്. ഈ ജഡ്ജന്മാരെന്ന് പറഞ്ഞ തൊലിയാറ് മണിയന്മാര് ജഡ്ജസിനെ തോപ്പിക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസ് ആണോ? അഖിലേട്ടൻ അങ്ങോട്ട് കൊണ്ട് ഇത് ബിഗ് ബോസ് ആണ്. പിന്നെ ഇതെന്താണ്? ബിഗ് ബോസിനകത്ത് കയറുന്ന സാധനമല്ലേ, അവരുടെ ക്യാരക്ടറാണ് അവരെ കാണിക്കുന്നത്. നീയൊക്കെ പറയുമ്പോൾ ചതിക്കണോ? അവരത്രയും നേരം ട്രസ്റ്റ് വർത്തിയായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ എൻഡ് വരെ കളിക്കണം, നറുക്കിട്ട് തീരുമാനിക്കണം. അതാണ് ചെയ്യേണ്ടത്. റൂള് പ്രകാരം അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നീയെ കാണിക്കുക എന്താ? നിനക്ക് വേണ്ട സാധനം അവിടെ കിട്ടാവുന്നപ്പോഴത്തേക്ക് നീയൊക്കെ പൊട്ടി. ഞങ്ങളെ തോപ്പിക്കാൻ കളിക്കാം.
കളിക്കുന്നോ? അതെ, നിന്നെയൊക്കെ തോപ്പിക്കണം, വോട്ട് കയറും ഉറപ്പാണ്. ഈ ഒരൊറ്റ ഇത് കാരണം യുവമാർക്ക് വോട്ട് കയറും, അല്ലെങ്കിൽ വോട്ട് ചെയ്യണം. ഈ അലവലാതി ജഡ്ജന്മാർക്കിട്ട് ഇങ്ങനെ തേമ്പിയ പണി കൊടുത്തതിന് അവര് സത്യസന്ധമായിട്ട് കളിച്ചാണോ കുഴപ്പമായത്? അത് കള്ളത്തരം കളിക്കണമായിരുന്നു. അവർ ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് വന്നതുകൊണ്ടാണ് അവരെ രണ്ടുപേരും ഏറ്റവും അവസാനം വരെ വന്നത്. ദ ബെസ്റ്റ് ഗെയിമാണ് അവർ കളിച്ചത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം വരെ വിശ്വാസം കൈവിടാതെ കളിച്ചതിന് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇവര് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാണ്, ആവശ്യമില്ലാത്ത ഡ്രാമ ക്രിയേറ്റ് ചെയ്യാണ് ജഡ്ജന്മാർ അവിടെ ഇരുന്നിട്ട്. ഇതൊന്നും അല്ല, ഇത് ബാക്കിയുടെ കേക്ക്. ബിഗ് ബോസ് ആണെങ്കിൽ പുറത്ത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക. അതേ പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചിട്ട് ഞാൻ പറയുന്നു, നീയൊക്കെ ചെയ്ത് 100 അല്ല 150% ശരി തന്നെ. അണ്ണാക്കിലടിക്കുന്ന പരിപാടി കയ്യടി അർഹിക്കുന്നു. ഇങ്ങനെ തന്നെ കളിക്കണം. ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എന്തിനാ അറിയോ? നിങ്ങൾ ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അവരവരുടെ ഗെയിമാണ് കളിച്ചത്. ഇത് ഒളിമ്പിക്സ് ഒന്നല്ലേ, ബിഗ് ബോസ് അല്ലേ, ഇവിടെ ഇങ്ങനല്ലേ കളിക്കണ്ടേ? എൻഡ് ഓഫ് ദ ഡേ ടാസ്കിൽ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുത്തരും കപ്പടിക്കൂല. ജനങ്ങളുടെ മനസ്സിലാണ് വിജയിക്കേണ്ടത്. അത് ഇവര് വിജയിച്ചു. പരസ്പരം കാലുവാര നിന്നില്ല. അയാള് സംസാരിക്കുന്നതിനിടയിൽ ഇന്റർഫിയർ ചെയ്തിട്ടില്ല. അങ്ങനത്തെ സംസാരിക്കാൻ ഒരു സ്പേസ് വേണം, അതുകൊണ്ട് കൈപൊക്കി. ആ സമയത്ത് രഞ്ജിനിയുടെ മറുപടിയാണ്, നീയൊക്കെ ആ ജഡ്ജിന്റെ പാനലിൽ കയറിയിരിക്കുന്നു പറഞ്ഞിട്ട് നീയൊക്കെ പറയുന്നത് എല്ലാം കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരല്ല അവിടെ നിൽക്കുന്നത്. ആ നിൽക്കുന്ന ആളുകൾക്കും സെൽഫ് റെസ്പെക്ട് ഉണ്ട്. കൈ താത്തിറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വീട്ടിൽ പോയി പറയാൻ പറയണം. ഞാനങ്ങാട് പറഞ്ഞ വായി തോന്നി വിളിച്ചു പറഞ്ഞേനെ. ഇതെന്താണിത്? ഇതെന്താ നേഴ്സറി സ്കൂളാ? നീയൊക്കെ അവിടുത്തെ പ്രിൻസിപ്പൾമാരാ? പറയുമ്പോ സംസാരിച്ചാൽ മതി എന്ന് പറയാൻ. പിന്നെ അവർക്ക് പറയാനുള്ള പറയണ്ടേ? ഇത് റേഡിയോ ഒന്നും അല്ല, ഒരു സൈഡോട്ട് മാത്രം കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആരായി പറയുന്നേ? ആ മുഖത്തുള്ള അഹങ്കാരം കണ്ടുവന്ന് രഞ്ജിനി. അഹങ്കാരം തീരെ ഇല്ലാത്ത സൽസ്വഭാവിയായിട്ടുള്ള രഞ്ജിനിയാണ് വന്നിരുന്ന് പറയുന്നത് ആ മുഖത്തുള്ള അഹങ്കാരം. നേരത്തെ ആ റെനീഷ അവിടെ സമയത്ത്, റെനീഷ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്, ആജ്ഞാപിക്കുകയാണ്. ആദ്യം റെനീഷ നീ റെസ്പെക്ട് ചെയ്യും. ബിഗ് ബോസിന്റെ ഒരു സീസണിൽ നിന്നേക്കാളും ടോപ്പി വന്ന വ്യക്തിയാണ്. ആദ്യം നീ അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും, എന്നിട്ട് ബാക്കിയുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറ. അഹങ്കാരം ഒട്ടുമില്ലാത്ത രഞ്ജിനി. ഇതിനുശേഷം നമ്മുടെ അഖിൽമാരാറിന്റെ തൊട്ടി വർത്താനം പുറത്തു വരും. തൊട്ടി വർത്താനം എത്ര ഈ മേക്കപ്പ് പൂശി വെച്ച് കഴിഞ്ഞാലും ഉള്ളിൽ കിടക്കുന്ന തൊട്ടിത്തരങ്ങൾ തള്ളിത്തള്ളി പുറത്തോട്ട് വരുമെന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു സാധനം കേൾപ്പിച്ചു തരാം. നിങ്ങൾ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാണാൻ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് രണ്ടുപേരുടെ കയറ്റി വിടേണ്ട കാര്യമില്ലെന്ന്. അല്ല, എന്താണ് അഖിൽമാരാർ അവിടെ ഉദ്ദേശിച്ചത്? ഇല്ല, ബിഗ് ബോസ് ഹൗസിലോട്ട് നിങ്ങൾ കയറ്റി വിടുന്ന എല്ലാവരും അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെന്നാ കോണാത്തിലെ വർത്താനമാരാരേത്? ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ്. എന്താണ് കണ്ടസ്റ്റൻസിന്റെ കുഴപ്പം? അവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതാണ് പ്രശ്നം. ചതിച്ചില്ല. അത് ഇങ്ങനത്തെ ഇവർ വിചാരിച്ച തൊട്ടി പരിപാടി അവർ കാണിച്ചില്ല. ഈ അലവലാദികളെക്കാളും എന്തുകൊണ്ടും ഭേദമാ. നിലപാടില്ല, നിലവാരമില്ല. എണീറ്റ് പോവുക അവിടുന്ന്. 3 എണ്ണം എണീറ്റ് പോയി. ഇത് വെറുതെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാണ്, വെറുതെ ഡ്രാമ. ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക. പറയുന്ന ഇവറ്റക്കൊക്കെ വല്ല യോഗ്യത ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇവിടെ ഈ കണ്ടസ്റ്റൻസ് ചെയ്ത തെറ്റെന്താണ് നിങ്ങൾ പറ? അവർ ഗെയിം കളിച്ചു, നല്ല വൃത്തിയായിട്ട് ഗെയിം കളിച്ചു. റൂൾസ് ഫോളോ ചെയ്തു. ഇതിന് തൊട്ട് മുമ്പ് ട്രസ്റ്റ് വർത്തി ആണ് എന്ന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്കിനകത്ത് ഷാമോനും ഷിജിലാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് ബാഡ്ജ് കൊടുത്ത രണ്ടുപേരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തന്നെയാണ് കൊടുത്തത്. അത് തന്നെ ആ ഒരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിന്നു. ഈ ഗെയിം വന്നപ്പോഴും അവർ പരസ്പരം ചതിക്കാൻ തയ്യാറായില്ല. അതിന്റെ ചൊറച്ചിലാണ് ഇവരിപ്പോ കിടന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കണേ. സത്യത്തിൽ ഇവിടെ ഈ കഴിവേറിത്തരം കാണിക്കുന്ന ആരാ? ഈ ഇരിക്കുന്ന ജഡ്ജന്മാരല്ലേ. എന്നിട്ടല്ലേ മൂക്കിക്കറ് കാരണം അവരെ റെസ്പെക്ട് ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. ആ വഴി അങ്ങ് വിട്ടോ, വണ്ടി വിട്ടോ. കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട്, പക്ഷെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടായിരുന്നു ഈ ഡ്രാമ കളി. ഞങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നാൽ നടക്കത്തില്ല. ഇനി എന്തിനാ വിഡ്ഢിയാക്കുന്നത് കൂടുതൽ? നിങ്ങൾ ജനങ്ങളെയാണ് വിഡ്ഢിയാക്കി ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നീയൊക്കെ അവിടെ ഇരുന്നിട്ട് വിഡ്ഢി സ്വയം ആവത്തേ ഉള്ളു. എന്നിട്ട് പറഞ്ഞ് ജഡ്ജന്മാര് 3 പേര് എണീറ്റ് പോവുകയാണ്. സത്യത്തിൽ ഇവിടെ ഷാമോൻ ആൻഡ് ഷിജിലാല് കിടിലം. ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ കളിക്കണം. ഷാമോനെ ഷിജിലാലിനെ ഇതുവരെ ഞാൻ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് കഴിഞ്ഞ എന്താ അവസ്ഥയെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇന്നലത്തെ ആ ഒരു സാധനം അവരതിനകത്ത് ഉറച്ചു നിന്നു എന്നുള്ള ഒരു കാര്യം, ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു. അത് പൊളി. ആ കളിക്ക് ഇവർക്ക് ഒരു വോട്ട് ഡിസർവിങ് ആണ്. ഇന്നലത്തെ കളിക്ക് ഈ 3 എണ്ണത്തിനെ അപമാനിച്ച് വിട്ടതിന് ഒരു വോട്ട് ഡിസർവിങ് ആണ്. സത്യത്തിൽ ഇന്നലെ അവിടെ എക്സ്പോസ് ആയത് ഈ വേട്ടാവളിയൻ ജഡ്ജന്മാരാണ്. കോട്ട് വിട്ട് വന്നിരിക്കുകയാണ്. കോട്ടിട്ട കിടിലുവാണെന്ന വിചാരം. കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ കമന്റ് ചെയ്യുക. വേറെ വീഡിയോ ഇട്ട് വരാം ഗൈസ്. അപ്പോൾ ശരി, ബൈ.